കരിയർ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്ററായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നും സോഷ്യൽ മീഡിയ എല്ലാം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ കിങ് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിലെല്ലാം ആയി എന്നുള്ളൊരു തോന്നൽ വരും. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചൊരു പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഒരു ഗൂഗിൾ ആഡ്സും കാര്യങ്ങളൊക്കെ ഒരു പെയ്ഡ് ആഡ്സിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നും ദിസ് ഇസ് ദ ഫൈനസ്റ്റ്. പെയ്ഡ് ആഡ്സ് ആണ് ടോപ്പ്. പെയ്ഡ് ആഡ്സ് കഴിഞ്ഞിട്ടുള്ളൂ. പെയ്ഡ് ആഡ്സ് കൊണ്ടാണ് എല്ലാം നടക്കുള്ളൂ. ഇല്ലെങ്കിൽ പെയ്ഡ് ആഡ്സ് ഇല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് പോകില്ല. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞൊരു വെളിപാട് വരും. കുറച്ച് ഓക്കെ, പെയ്ഡ് ആഡ്സ് മാത്രം പോരാ, നമുക്ക് ഓർഗാനിക് വേണം. എന്നാലാണ് പെയ്ഡ് ആഡ്സിന്റെ കാക്ക് കുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓർഗാനിക് ഇങ്ങനെ പഠിച്ചാൽ ഓർഗാനിക്കിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നും ഓർഗാനിക് ആണ് മാസ്, ഓർഗാനിക്കിൽ അതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അല്ല പറയും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നിങ്ങളൊരു പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ്, ഇപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന ഒരു സാധനം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പുതിയ ടെക്നോളജി, അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ഒരാൾ സ്പെഷ്യലൈസ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ ഡ്രിവൻ ആക്ടിവിറ്റീസ് സ്പെഷ്യലിസ്റ്റ്, ഒരു ഗ്രോത്ത് ഹാക്കിംഗ് സ്പെഷ്യലിസ്റ്റ്, അപ്പൊ നമുക്ക് തോന്നും ഓക്കെ, ദിസ് ഈസ് ദ ഫൈനസ്റ്റ്. ദ നമ്പർ വൺ പ്രോബ്ലം ഈസ് നത്തിങ് ഈസ് പെർഫെക്റ്റ് ആൻഡ് നത്തിങ് ഈസ് ഫൈനസ്റ്റ്. മാർക്കറ്റിംഗിൽ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം പറയാം. അഥവാ ഇപ്പൊ നമ്മളൊരു കളരിപ്പാറ്റ് പഠിക്കാം. അതിൽ വാളുണ്ട്, പരിചയമുണ്ട്, കത്തിയുണ്ട്, കൊടുവാള്, അങ്ങനെയുള്ള വടി എല്ലാം ഉണ്ട്. നമുക്ക് വടിപ്പാറ്റ് പഠിക്കുമ്പോൾ തോന്നും വടിപ്പാറ്റ് ഉണ്ടെങ്കിൽ എത്ര ആൾക്കാരും തള്ളിയിടാം. പിന്നെ കത്തിപ്പാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കത്തിപ്പാറ്റ്, അല്ലെങ്കിൽ നെഞ്ചക്ക, മറ്റേ നമ്മളെ വീശുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പൊ കരാട്ടെ കുംഫുലൊക്കെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൾക്കാരും തള്ളിയിടാം. അല്ലെങ്കിൽ പിന്നെ വാള് എടുത്ത് പിടിക്കുന്നു, വാളുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാല്ല, കത്തി ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാല്ല, തോക്കുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാല്ല. ഇങ്ങനെ നമ്മൾ അതിൽ ഒരു ഇതായിട്ട് വരും. പക്ഷെ മോസ്റ്റ് ഓഫ് ആൻഡ് മോസ്റ്റ് ഇറ്റ്സ് എ സെൻസ്. അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് എ സെൻസ്. എന്ത്, എപ്പോ, എവിടെ, എങ്ങനെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വകതിരിവ് അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് എന്നുള്ളതാണ് ഒരു മാർക്കറ്റർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഞാൻ നമ്മളെപ്പോഴും ക്ലാസ്സിലും പറയുന്ന, എല്ലാ ഗ്രൂപ്പിലും പറയുന്ന ഒരു കാര്യമാണ്. കോമൺ സെൻസ് ഈസ് ദ കിങ്. മനസ്സിലായോ? നമ്മളിപ്പോൾ പ്രോഗ്രാമാറ്റിക് പഠിച്ചു, ഡാറ്റ ഡ്രിവൻ പഠിച്ചു, എല്ലാം പഠിച്ചു. ഇത് എപ്പോ എന്തിനു ഉപയോഗിക്കണമെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ക്ലൈന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ പെർഫോമൻസ് തുടങ്ങും, അല്ലെങ്കിൽ അവർക്ക് നേരെ PPC തുടങ്ങും, അവർക്ക് നേരെ ഓർഗാനിക് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങും. അത് തുടങ്ങി ആ ഫണ്ട് പോയി ആ ക്ലൈന്റ് നമ്മൾ തെറ്റി പിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ചെയ്തതൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ എക്സ്പീരിയൻസ് നമുക്കുണ്ടാവും. ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടോ? ഒന്ന്